അപ്പൊ നമ്മുടെ ആക്ടർ ബാലയും അതേപോലെ അമൃതയായിട്ടുള്ള വിഷയം. അപ്പൊ ഈ ഒരു വിഷയം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി, അതായത് ഇപ്പോഴും ഇതിനൊരു അന്ത്യം ഇല്ലാതെ ഈ വിഷയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം ബാലേനെ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം ബാലയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ ഒരു വിഷയം ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവരിപ്പോ ഡിവോഴ്സ് ആയിട്ട് ഇവർക്ക് രണ്ടുപേരുടെ വഴിക്ക് സമാധാനമായിട്ട് പോയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഈ ബാല എന്ത് ചെയ്യും? ബാല ഇടയ്ക്കിടയ്ക്ക് അവിടെ കയറി ചൊറിഞ്ഞ് അവരുടെ വായ ജീവിക്കണം വല്ലതും കേൾക്കും പറഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ വന്ന് കിടന്ന് കരയും പുള്ളി. അപ്പൊ പുള്ളി ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിഷയമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ വിഷയം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നടന്ന് കത്തുണ്ട്. അപ്പൊ എന്തായാലും ആ പുള്ളി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. പുള്ളിയും പുള്ളിയുടെ ഇപ്പൊ ഉള്ള നിലവിനകത്തുള്ള പാർട്ട്ണറും കൂടെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടുനോക്കാം. സിറ്റുവേഷൻ പറയാം, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ് കേട്ടോ. ഇപ്പൊ കോടതിയിൽ ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ അറസ്റ്റ് ആയെന്ന് പോലീസിടത്തും ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ല. വളരെ നല്ല കാര്യമെന്ന് മാത്രം പറയാൻ പറ്റും. എനിക്ക് പറയാൻ അത് മാത്രമേ ഉള്ളൂ. കാര്യം എന്താണ്, ഈ പുള്ളി ഇങ്ങനെ അവരുടെ പേരെടുത്ത് അമൃത എന്ന് അവരുടെ പേരെടുത്ത് പറയുമ്പോഴത്തേക്കും അവർക്ക് തന്നെയാണ് അതിന്റെ മാനക്കേട് വരുന്നത്. പക്ഷെ ഈ പുള്ളിക്ക് അതല്ലായിരുന്നു കൊടുക്കേണ്ടത്. ഈ പുള്ളിക്കാരൻ ഇനി ഈ വിഷയമേ സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഒരു രീതിക്കുള്ള വല്ലതും കൊടുത്തായിരുന്നെങ്കിൽ അവർക്ക് അത്രയും സമാധാനമായേനെ. കാര്യം അല്ലെങ്കിൽ ഇവര് പിന്നെയും ഇതിങ്ങനെ ബാധിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഇവര് ഈ പുള്ളി പേര് പറഞ്ഞാലും പേര് പറഞ്ഞില്ലെങ്കിലും കേൾക്കുന്നവർക്കറിയാം എന്താണ് പേര്, എന്താണ് സംഭവം എന്നൊക്കെ വർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പുള്ളി ഈ വിഷയത്തിനെ പറ്റിയ സംസാരിക്കാണ്ടിരിക്കാനായിട്ട് വല്ല മാർഗം ഉണ്ടായിരുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. എന്നോട് സിറ്റുവേഷൻ வந்து எல்லாருக்கும் മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. എന്നോട് ഒരു അവസ്ഥ ഇപ്പോ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മേലിൽ അടുത്ത കേസ്, സംസാരിച്ചില്ലെങ്കിൽ യൂട്യൂബ്കാരും പിന്നെ ഇന്ന് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഫോർജറിനൊക്കെ പറയുന്നു. സംസാരിച്ചില്ലെങ്കിൽ അതിന് മേലെ ഒരു വലിയ സംഭവം. നിങ്ങൾ ഈ വിഷയം സംസാരിക്കാതെ ഇരുന്നാൽ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഈ യൂട്യൂബർമാരാണെങ്കിലും അല്ലെങ്കിൽ ഈ കിടന്ന് പറയുന്ന മീഡിയകളാണെങ്കിലും എല്ലാം അവരുടെ വായ അടങ്ങും. ഇനി അവർക്ക് സംസാരിക്കാനായിട്ട് ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും വിഷയമില്ലാതെ വരും. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അത് നിങ്ങൾ ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കുമ്പോഴാണ് എന്ത് വരുന്നത്, ഇതൊരു ടോപ്പിക്കായി മാറുന്നതും അപ്പോഴാണ് ഇത് ചർച്ച ചെയ്യാനായിട്ട് ഒരു വിഷയമാവുന്നത്, ഇതൊരു കണ്ടന്റ് ആവുന്നതും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് ഇപ്പൊ ഇപ്പൊ കിടന്നിട്ട് ഈ സോഷ്യൽ മീഡിയ അത് ആരോ എന്തോ പറഞ്ഞോട്ടെ, അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കേസല്ല. ഒരു പരിധി വരെ നിങ്ങൾ അതിനകത്ത് കയറി അങ്ങോട്ട് പ്രതികരിക്കുമ്പോഴാണ് പിന്നെയും ഇതൊരു വിവാദമായിട്ട് കിടന്ന് കത്തുന്നത്. അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഇതുപോലും നിങ്ങൾക്കില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്ര നാളായിട്ട് ഇപ്പൊ നിങ്ങൾക്കെതിരെ ഇത്രത്തോളം അലിഗേഷൻസും കാര്യങ്ങളൊക്കെ ഈ അവര് പറയാൻ കാര്യം, അമൃത എന്ന് പറഞ്ഞ അവർ പറയാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അവരെ ഇട്ട് പിന്നെ അവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കണോണ്ടാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബം നോക്കി ഞങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്. അവർക്ക് അർഹതപ്പെട്ടത് അവരവർക്ക് തീർച്ചയായിട്ടും കിട്ടും. അതങ്ങനെ തന്നെയാണല്ലോ. അല്ലെങ്കിലും അതിപ്പോൾ നിങ്ങൾ കൊടുക്കുമെന്നോ കൊടുക്കൂല എന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ നടക്കുകയുള്ളൂ. കാര്യം നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് തന്നെ നടക്കുകയുള്ളൂ. ഇപ്പം അവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് കിട്ടുമെന്ന് ഉദ്ദേശിച്ച് ചിലപ്പോൾ ഈ ഒരു ഇവരുടെ മക്കളുടെ കേസൊക്കെ ആയിരിക്കാം. പക്ഷേ അതെന്തായാലും അത് അങ്ങനെയാണ് നിയമപരമായിട്ട് നടക്കേണ്ടത്, അങ്ങനെ തന്നെ നടക്കുകയുള്ളൂ. അതിപ്പോൾ നിങ്ങളത് പറ്റൂല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ രക്തമല്ലേ, അപ്പം അതിൻ്റെതായ ഇതൊക്കെ തന്നെ അവിടെ നടക്കുകയുള്ളൂ. തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ എൻ്റെ ഫോർജറിங்கிற വാക്ക് ബാലയ്ക്ക് അർഹതപ്പെട്ട വാക്കല്ല. அது ரொம்ப தப்பு. ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാല് നമ്മൾ ഒരു മനസ്സാര இந்த வைக்கம் வந்து ചോദിച്ചു பாருங்க, മനസ്സാര ഒരുപാട് പേർക്ക് നന്മ പண்றோம். அந்த നന്മയ്ക്കെല്ലാം വിഷം വയ്ക്കുന്നത് പോലെ ആയിപ്പോവും. നിങ്ങളിപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ നന്മ ചെയ്തെന്ന് പറഞ്ഞാൽ, നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരാൾക്ക് പൈസ കൊടുക്കുക അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല കേസ് തന്നെയാണ്. പക്ഷേ നിങ്ങളത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഒരുമാതിരി തെണ്ടിത്തരങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾ ഈ ചെയ്യുന്ന നന്മകൾ എന്ന് പറഞ്ഞത് അതിനൊരു മറയാക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് എന്ന് എനിക്ക് പറയാനുണ്ട്. ഇപ്പം ഈ ബാലയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ബാലയ്ക്കെതിരെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്രയ്ക്കും ഗുരുതരമായിട്ടുള്ള അലിഗേഷൻസും കാര്യങ്ങളൊക്കെയാണ് ബാലയ്ക്കെതിരെ വന്നിട്ടുള്ളത്. അതിനെവിടെ
എവിടെയും ബാലയ്ക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അങ്ങനെ ഒരാളല്ല എന്നുള്ള രീതിക്ക് എവിടെയും പ്രൂവ് ചെയ്തതായിട്ട് എൻ്റെ അറിവിനകത്ത് ഇല്ല. അപ്പൊ ഈ ഒരു കേസിനകത്ത് ബാല വന്നിട്ട് ഇങ്ങനെ കുറെ ഇമോഷണൽ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് അവരെ അതിന്റെ ഇടയിൽ കൂടെ അവർക്കിട്ട് 2 കൊട്ടും കൊടുക്കും. ഈ 2 കൊട്ട് അവരെത്രത്തോളം ബാധിക്കുന്നുണ്ട്, ബാലയുടെ സ്വന്തം ചോരേനെയും അതേപോലെ ബാലയുടെ മുൻ ഭാര്യയായിട്ടുള്ള ഈ അമൃതേനെയും എത്രത്തോളം ഇത് ബാധിക്കുന്നുണ്ട് എന്നൊന്നും ഈ ബാല നോക്കുന്നില്ല. ബാല വായ തോന്നിയൊക്കെ വന്നിട്ട് അങ്ങ് വിളിച്ച് പറയും. എന്നിട്ട് ബാല ഒരു സെന്റിമെന്റൽ ക്യാരക്ടറും ആവും. അതാണ് ബാല ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ തന്നെ അവർക്ക് അത്രത്തോളം സമാധാനവും നിങ്ങളുടെ ജീവിതവും സമാധാനവും. കാര്യം നിങ്ങളെ ഈ സോഷ്യൽ മീഡിയനകത്തുള്ളവര് നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതിനൊക്കെ ഒരു പരിധി വരെ നിങ്ങൾ തന്നെയാണ് അതിനൊക്കെ കാരണമെന്ന് വേണം പറയാൻ. ഇനി ഈ ഒരു വിഷയമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എലിസബത്ത് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ മെന്റൽ സ്റ്റേജും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു ഭാഗം ഒന്ന് കണ്ടു. ഇനി നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ പോലത്തെ ലെവലിൽ ഡിപ്രഷൻ പോകാം. അതുപോലെ തന്നെ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പെയിനുള്ളിൽ കൊണ്ടുപോയിട്ട് എന്നാൽ സൈക്കാട്രിസ്റ്റിന്റെ അവിടേക്ക് പോകാനും പറ്റുന്നില്ല. നാണക്കേട് എപ്പോഴും സൈക്കാട്രിസ്റ്റിന്റെ അവിടേക്ക് പോകുമ്പോൾ നാണക്കേടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ബാല എന്ന് പറഞ്ഞ പുള്ളിനോടാണ് പറയാനുള്ളത്. നിങ്ങൾ എലിസബത്ത് എന്ന് പറഞ്ഞ ഇവരെ ഏതൊരു സിറ്റുവേഷനകത്താണ് എത്തിച്ചത്. കാര്യം നിങ്ങൾ ഈ പറയുന്ന ഓരോ വാക്കുകളും ഓരോരുത്തർക്ക് എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ എലിസബത്ത് എന്ന് പറഞ്ഞ ഇവര്. അവർ അത്രയും ഇപ്പൊ ഡിപ്രഷൻ സ്റ്റേജിനകത്താണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം ഒരു സ്റ്റേജിനകത്തേക്ക് ഒരാളെ എത്തിക്കാൻ മാത്രം നിങ്ങളുടെ വാക്കുകൾക്ക് അത്രയും പവർ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ എന്താണ് വന്നിട്ട് വായ തോന്നിയൊക്കെ വിളിച്ചു പറയുമ്പോഴത്തേക്കും അത് എത്ര പേർക്ക് അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇപ്പൊ നിങ്ങൾ ഉള്ളിനകത്ത് പല നന്മകളുള്ള ഒരാളാണെന്ന് എനിക്ക് പലപ്പോഴും നിങ്ങളുടെ പല പ്രവൃത്തികളും കാണുമ്പോഴത്തേക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ആ ഉള്ള വിലയും കൂടെ നിങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കണതെന്നാണ് എനിക്ക് ബാലനോട് പറയാനുള്ളത്. എലിസബത്തിന്റെ വേറൊരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പൃഥ്വിരാജിന്റെ അപ്പനെ പറ്റിച്ച് സ്ഥലമൊക്കെ തട്ടിയിരിക്കണം. അതിന്റെ ഭാഗമായി പിന്നെ ഇയാളുടെ മേലിൽ എന്തോ എനിക്ക് കറക്റ്റായിട്ട് ഫിലിം ഓർമ്മ വരുന്നില്ല. ലാസ്റ്റ് സീൻ നല്ല ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ നടക്കണം. അതായത് കൂടെയുള്ള 2 ഫ്രണ്ട്സ് കൂടിയിട്ട് ഈ സിദ്ദിഖ് സാറിനെ പറ്റിക്കണം. അവരുടെ സ്വത്ത് മൊത്തം തട്ടിയിരിക്കണം. അതിൻ്റെ ഭാഗമായി പിന്നെ സിദ്ദിഖ് സാർ സൂസൈഡ് ചെയ്യണം, അങ്ങനെ സംതിങ്. അതിൻ്റെ ഒപ്പം പിന്നെ ഭാര്യയ്ക്ക് വയ്യാണ്ടാവണം, മക്കളുടെ ലൈഫ് മൊത്തത്തിൽ പോകണം, ഒരാൾ ഡിപ്രഷനിൽ പോകണം. അങ്ങനെയൊക്കെയാണ് കഥ പോണേ. അപ്പോൾ അങ്ങനെയാണ് കഥ പോണേ. ഇടയിൽ കുറച്ച് അക്കാര്യതയുടെ പോയപ്പോൾ ഞാൻ നിർത്തിയതാണ്. ഓക്കെ, അപ്പൊ കണ്ടല്ലോ, അതായത് ഈ ഒരു വിഷയമൊക്കെ അവരെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നൊക്കെ വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ എനിക്ക് ഇതിന് ഏറ്റവും ഇവിടെ മെയിൻ ഒരു വില്ലനായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല തന്നെയാണ് ഇപ്പൊ നിലവിനകത്ത്. കാര്യം നിങ്ങളിപ്പോ ഞാൻ പറയുന്നില്ല ബാലയുടെ ഭാഗത്താണ് എല്ലാ തെറ്റും, അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ അമൃത എന്ന് പറഞ്ഞ ഇവരുടെ ഭാഗത്താണെങ്കിൽ, എലിസബത്ത് എന്ന് പറഞ്ഞ ഇവരുടെ ഭാഗത്താണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നേക്കാം. അതിപ്പോ ഈ ഒരു വിഷയത്തിനകത്ത് എനിക്ക് എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു പരിധി വരെ കേട്ടോ. ഏറ്റവും കൂടുതൽ ഇവിടെ ബാലയുടെ ഭാഗത്തു നിന്നാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ബാല ഇപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് വന്ന് ഇങ്ങനെയാണെന്ന് പ്രതികരിക്കുന്നത് നിർത്തിയാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. കാരണം നിങ്ങളിത് കിടന്ന് പറയുമ്പോഴാണ് ഇതിനെ റിയാക്ട് ചെയ്തിട്ട് വേറെ റിപ്ലൈകളും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നത്. ഇപ്പൊ ഈ എലിസബത്തിന്റെ കേസ് എടുത്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ അടിയിൽ വരുന്ന കമന്റുകളാണെങ്കിലും പുള്ളിക്കാരിനെ അത്രയും ഹേർട്ട് ചെയ്യുന്ന രീതിക്കുള്ള കമന്റുകളൊക്കെയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു കമന്റുകൾ ഇടുന്ന അക്കൗണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ബാലയുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ബാലയുടെ പുള്ളി ക്യാമറയുടെ മുമ്പിൽ വന്ന് ഭയങ്കര നന്മമരം ആവണമെന്നാണോ, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ എത്തുമ്പോഴത്തേക്കും പുള്ളി ഭയങ്കര ടെററായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നൊക്കെയാണ് നമുക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഈ ഒരു നന്മമരം ആവുക അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര അത്രയും നന്മയുള്ള ഒരാളാവുക എന്നൊക്കെ പറയുന്ന ക്യാമറയുടെ മുമ്പിൽ മാത്രമല്ല, അത് റിയൽ ലൈഫിനകത്തും കൂടെ അങ്ങനെ ആയിരുന്നെങ്കിൽ അത് നല്ലൊരു കാര്യമായിരുന്നു. അല്ലാണ്ട് ഈ ക്യാമറയുടെ മുമ്പിൽ മാത്രം അങ്ങനെ ആയിട്ട് റിയൽ ലൈഫിനകത്ത് വരുമ്പോഴത്തേക്കും അത് തനിക്കുണം കാണിക്കുന്നത് അതൊക്കെ ഒരുമാതിരി ഉളത്തരങ്ങൾ തന്നെയായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് എന്താണ് ഈ ഒരു ബാലയുടെ വിഷയത്തിനകത്ത് പറയാനുള്ളത്. അപ്പൊ ബാലയെ നിങ്ങളൊന്ന് അടങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളതെല്ലാം വീഡിയോയുടെ താഴെ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ പിള്ളേർക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്ക് ടാറ്റ ബൈ സീ യു.